ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദു. ഇബാ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെന്നൈയിലാണുള്ളത്. ഇന്ന് നമുക്കൊരു മധുരമുള്ള ഒരു അച്ചാർ പരീക്ഷിച്ചാലോ? ഞാനൊരു നാരങ്ങ ഈന്തപ്പഴ അച്ചാറാണ് ഇന്ന് ചെയ്യുന്നത്. അച്ചാറിന് വേണ്ടി നമ്മളിത് ഒരു 15 മീഡിയം സൈസിലെ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 2-3 സ്പൂൺ ഉപ്പ് ചേർക്കണം. അതിനുശേഷം അതിനെ ഒരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതെല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം. നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് കടുക് ഇടണം. കടുക് പൊട്ടി തീരുമ്പോഴത്തേക്ക് അല്പം ഉലുവായും കൂടി ഇടാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് അതിനുള്ളിലേക്ക് ഇടാം. ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ അല്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവായും കൂടി ഇടാം. ഉലുവായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം. ഇതൊരു 15 വെളുത്തുള്ളി ഉണ്ട്. കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ടായിട്ട് ഞാൻ നീളത്തിലല്ല അരിഞ്ഞത്, നുറുക്കി എടുത്തേക്കാണ്. ഇതൊന്ന് ആകുന്ന സമയത്തേക്ക് നമ്മൾ ആ ഇഞ്ചിയും കൂടി ഇടുകയാണ്. ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ്, ഒരു പച്ചമുളകുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ വഴന്ന് വരട്ടെ. ഇത് നമ്മൾ ഈ അച്ചാറിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഒരു 200 ഗ്രാമോളം ഈന്തപ്പഴമാണ്. 250 വാങ്ങിച്ചതാണ് കേട്ടോ. ഞങ്ങൾ അതിനകത്ത് കുറച്ചൊക്കെ കഴിച്ച് തീർത്തു. ഇത് 200 ഗ്രാം ഉണ്ട്. അത് ഞാൻ ഇതിനുള്ളിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ഈ വെളുത്തുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒന്ന് ഇടുകയാണ്. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, നീളത്തിലല്ല കുറുകെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴമാണ്. കുരുവില്ലാത്ത ഈന്തപ്പഴമാണ്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി അതിനകത്തോട്ട് ഒഴിക്കാം. ഏകദേശം 1 കപ്പോളം വിനാഗിരി വേണം. കാരണം നമുക്ക് ഗ്രേവി ഉണ്ടാകുന്നത് വിനാഗിരി വെച്ചാണ്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് ഈ വിനാഗിരിയിൽ ഈന്തപ്പഴം കുറച്ച് നേരം ഒന്ന് കുക്കാവട്ടെ. അങ്ങനെ കുക്കായി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ളിലേക്ക് ഏകദേശം 1 കപ്പിന് മുകളിൽ വെള്ളം ചേർക്കണം.
അതുപോലെ തന്നെ ഞാൻ ശർക്കര കുറച്ച് ചേർക്കുന്നുണ്ട്. ഒരച്ച് ശർക്കരയാണ് ഞാൻ, പക്ഷേ ഇത് നല്ല ശർക്കര ആയതുകൊണ്ട് ഞാനത് ചീകത നോക്കി, നല്ല ശർക്കരയാണ്. അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതുകൊണ്ട് ചീക എടുക്കേണ്ടി വന്നു. അതങ്ങനെ ചീക എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയാണ് ഇത്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ ആ ശർക്കരയും കൂടെ ഇതിനുള്ളിലേക്ക് ഇടും. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിന് തിള വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ഇതിനുള്ളിലേക്ക് ഇടാൻ പോവുകയാണ്. ഇത് ചീകി വെച്ചിരിക്കുന്ന നല്ല വെളുത്ത ശർക്കരയാണ്, അഴുക്കൊന്നുമുള്ള ശർക്കരയല്ല. കാരണം ചിലരൊക്കെ ഇതിനകത്ത് പഞ്ചസാര ഇടാറുണ്ട്. എനിക്ക് പഞ്ചസാരയോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ഇട്ടത്. ഇതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന, റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ കുറച്ച് നാരങ്ങ അരിഞ്ഞത്, അത് എടുത്ത് ഇതിനുള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ നേരത്തെ ഉപ്പ് വരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നാരങ്ങയാണ്. അത് നമ്മൾ ഇതിനുള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇട്ട് വഴന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി വഴന്ന് വരണ്ട, വെന്ത് പോവുകയൊന്നും വേണ്ട. കുറച്ച് വഴന്നതിന് ശേഷം തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇനി മുളക് പൊടിയൊക്കെ ഇടാൻ. അത് ഇത് ഇത്തിരി ഒന്ന് ചൂടായിക്കോട്ടെ, അതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. ഇപ്പം എന്താ, ഈ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഇടാം. ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ, സിമ്മിലിട്ടിട്ടേ വെക്കാവുള്ളൂ. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇടാം. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. ഇത് ചെറിയ സ്പൂണാണ് ഇതിനുള്ളിൽ കിടക്കുന്നത്, അതുകൊണ്ടൊരു 4 സ്പൂണോളം മുളക് പൊടി ഞാൻ ഇതിനിടുന്നുണ്ട്. വളരെ ചെറിയ സ്പൂണാണ് കിടക്കുന്നത്. ഇനി സ്വല്പം കായപ്പൊടി ഇടാം, ഉലുവപ്പൊടി ഇടണം. ഉലുവപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ, കാരണം നാരകത്തിനൊരു ചെറിയ കയ്പുണ്ടല്ലോ. അതുകൊണ്ട് ഉലുവപ്പൊടിയുടെ കയ്പും കൂടെ ആകുമ്പോൾ കയ്പ് കൂടണ്ട. നമ്മൾ ഇനി കായപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. നമ്മൾ കുറച്ച് കായപ്പൊടി ഇടണം. കായപ്പൊടി ഇടുന്ന കാര്യം മറന്നു വരുത്, കാരണം എല്ലാ അച്ചാറിനും മുൻപിൽ നിൽക്കേണ്ടത് കായപ്പൊടിയാണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് കടുക് പൊടി കുറച്ച് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇവിടെ നമ്മുടെ കയ്യിൽ കടുകില്ല, പൊടിച്ചത് കടുകില്ല, അതുകൊണ്ടാണ് അതിടാത്തത്. അത് ഓപ്ഷനിലാണ്. ചിലർക്ക് കടുകിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല നല്ല ടേസ്റ്റാണ്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ ചെറിയ മാങ്ങയില്ലേ, കടുക് മാങ്ങ, ഈ മാങ്ങ പൊഴിയത്തില്ല പൂ കഴിഞ്ഞിട്ട്, ആ മാങ്ങ അച്ചാറിടുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉലുവ ചതച്ച് ചേർക്കാറ്, ഉലുവയല്ല, കടുക് ചതച്ച് ചേർക്കാറുണ്ട്. അതിൻ്റെ ഒരു മണം അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമ്മുടെ അച്ചാറിങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നോക്കിക്കേ, ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് ഇത് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ സ്വല്പം കൂടെ ചേർക്കാം. ഒരല്പം കൂടെ ഉപ്പ് വേണം, പിന്നെ അച്ചാറല്ലേ, അച്ചാറിന് ഉപ്പ് എപ്പോഴും നല്ലതുപോലെ വേണം. വീട്ടിലുണ്ടാക്കുന്ന അച്ചാറായതുകൊണ്ട് ഒരു കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര കൂടുതലായിട്ടൊന്നും ഉപ്പ് വേണ്ടെങ്കിലും ഉപ്പ് വേണം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി അടച്ചു വെക്കാം.
ഇത് ഇന്നൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാമെങ്കിലും ഏറ്റവും നല്ലത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ അച്ചാർ ഉപയോഗിക്കുന്നതാണ്. കാരണം അപ്പോഴാണ് നമ്മുടെ പുളിയും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് ഈ അച്ചാറിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഒരു വെയിലത്ത് വെച്ച് ഉണക്കിയ ഒരു കുപ്പിയിൽ നമുക്കിത് ആക്കാം. എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. എങ്ങനെ ഉണ്ടെന്നും ഒക്കെ പറയണം. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.